ഹായ് ഗൈസ്, സൺഡേ സ്പെഷ്യൽസ് നോക്കിയാലോ. നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ടൊരു കോഫിന്ന് അങ്ങ് തുടങ്ങാം. ഇന്ന് നോർമൽ കോഫി അല്ല, ഞാൻ ഇന്നൊരു ജീരക കോഫി ആയിട്ട് ഉണ്ടാക്കിയത്. ആ ജീരകത്തിന്റെയും ആ ഒരു കോഫിയുടെയും എല്ലാം കൂടി ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും അടിപൊളിയാട്ടോ. പഴം പൊരിച്ചതാണ് ഇത്. നമ്മുടെ കുഞ്ഞുനാട്ടോ. കുഞ്ഞു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. എന്നാ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ നമുക്ക് രാവിലെ തന്നെ അരിഞ്ഞു വെക്കാനുള്ളതെല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാവയ്ക്കാണത്. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയാട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി അതിലേക്ക് അങ്ങിട്ടു. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് മന്തിൽ ഗീവ് അവേ കൊടുത്ത പ്രോഡക്റ്റ് നമ്മുടെ സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ഗീവ് അവേ എന്ന് പറയുന്ന പരിപാടിക്ക് നമുക്ക് എല്ലാ മാസവും ഉണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മല്ലിയിലയും കുറച്ചധികം വേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി വഴറ്റി അങ്ങ് എടുക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇത് ഒന്നും കൂടി ആവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി അത് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പൊ അതിന്റെ തണുപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അതൊന്ന് കഴുകിയെടുക്കണം, എന്നാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ആയ ടൈമിൽ നമ്മൾ മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയും ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ അപ്പുറത്ത് ഗീ റൈസ് കൂടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് അരി ഞാനൊരു 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല, നെയ്യ്, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അരി കൂടി ഇട്ട് അങ്ങ് വേവിച്ച് അങ്ങ് എടുക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ പ്രോസസ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി പായസം കൂടി ഉണ്ടേ. നമ്മൾ ലാസ്റ്റ് ഡേ ഒരു സേമിയ പായസത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അത് വെച്ചതിന്റെ ബാക്കി കുറച്ച് ഐറ്റംസും കൂടി, ഒരു പായസത്തിനുള്ള ഐറ്റംസും കൂടി ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പായസം കേമമായിരിക്കണോ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അന്ന് ഉണ്ടാക്കിയ അതേപോലെ തന്നെ കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പായസത്തിന്റെ റെസിപ്പി അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. വെറുതെ അതുകൂടി കണ്ടോളൂന്ന് ഇരിക്കട്ടെ. സംഭവം ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ആണെങ്കിലും കറക്റ്റ് മധുരവും ആ കാഷ്നട്ടും അതേപോലെ നമ്മുടെ ഏലക്കയുടെ ആ ഒരു പച്ചക്കളറും എല്ലാം കൂടി ആ ഒരു കംപ്ലീറ്റ് ഒരു കളർഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ റെസിപ്പീസും കൂടി ഒന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ. തീർന്നിട്ടില്ല. ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നിട്ടും ഒരു അഹങ്കാരം എന്നോ അലങ്കാരം എന്നോ പറയാം. ഞാൻ കുറച്ച് പപ്പടവും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.